നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയം ലോകത്തിൽ ആയിരക്കണക്കിന് എലികളെ ക്യാൻസർ തടയാനോ അല്ലെങ്കിൽ ചികിത്സിക്കാനോ ആയി കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന 90% മരുന്നുകളും മനുഷ്യരിൽ ട്രയൽസിലെത്തുമ്പോൾ ഫെയിലായി പോകും. 90% ആ ഒരു ഡ്രഗിന് വേണ്ടി വർക്ക് ചെയ്ത ശാസ്ത്രജ്ഞരുടെ വർഷങ്ങൾ നീണ്ട അധ്വാനവും ചിലവാക്കിയ കോടിക്കണക്കിന് രൂപയും ഇതെല്ലാം അതോടുകൂടെ വെറുതെയാവും. ഇതിൽ യാതൊരു തെറ്റുമില്ല. നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ തുടങ്ങി നമ്മളെടുക്കുന്ന വാക്സിൻ അടക്കം എല്ലാം ഇതുപോലെ പരീക്ഷിച്ചും വിജയിച്ചും പരാജയപ്പെട്ടും തന്നെയാണ് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ, എത്ര ഡോസിൽ കൊടുക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത്. ഇതങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ക്യാൻസറിനുള്ള മരുന്ന് റിസർച്ച് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്താൻ ഏകദേശം 10 വർഷമെങ്കിലും എടുക്കും. നിങ്ങൾ ആലോചിക്കണം, WHO കണക്ക് പ്രകാരം ഒരു ദിവസം 26,600 പേരാണ് ക്യാൻസർ മൂലം ഈ ലോകത്ത് മരണപ്പെടുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീർക്കുന്ന സമയം കൊണ്ട് ഏകദേശം 180ഓളം ആളുകൾ ക്യാൻസറുമായി യുദ്ധം ചെയ്ത് മരണപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം നേരത്തെ നമുക്കൊരു ഡ്രഗ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത്രയും ആളുകളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഈ ക്യാൻസർ റിസർച്ച് ചിലപ്പോൾ സ്പീഡപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ പൂച്ചകൾക്ക് സാധിക്കും. എങ്ങനെയാണെന്ന് അറിയണ്ടേ? നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ 90% ഫെയിലാവാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ എലികളിലോ മൗസിലോ ഒക്കെ പരീക്ഷിച്ച് സമയം കളയുന്നത് എന്തിനാണെന്നായിരിക്കും. പക്ഷേ അവരിൽ പരീക്ഷിക്കാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒരു ഡ്രഗ് ഡെവലപ്പ് ചെയ്യുന്ന വീട് പണിയെന്ന് പറയുന്നത് വിചാരിക്കാം. അതിലെ തറയാണ് ഈ മൗസിലുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. തറയിൽ തന്നെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ മുകളിലേക്ക് പണിതിട്ട് കാര്യമില്ല. ഒരു അസുഖത്തെ ക്യൂർ ചെയ്യാനായിട്ട് ഒരു മോളിക്യൂൾ കണ്ടുപിടിക്കണമെങ്കിൽ 1000 ചിലപ്പോൾ ലക്ഷക്കണക്കിനോ വേരിയൻസ് ഓഫ് മോളിക്യൂൾസിലെ പരീക്ഷണം നടത്തേണ്ടി വരും. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് പരീക്ഷിക്കേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ഹ്യൂജ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. മൗസ് അല്ലെങ്കിൽ റാറ്റ് ഇതിൻ്റെ പെർഫെക്റ്റ് ജീവിയാണ്. വളരെ ചെറുതാണ്, അവരെ വളർത്താൻ എളുപ്പമാണ്, ചീപ്പാണ്, അവർ പെട്ടെന്ന് ബ്രീഡ് ചെയ്യും, കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഉണ്ടാവും, പെട്ടെന്ന് മെച്യൂർ ആവും. ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അവിടെ ലൈഫ് സൈക്കിൾ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവരുടെ ജനിതക ഘടനയെക്കുറിച്ച് വർഷങ്ങളോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിലെ ഒരു ജീന് ഓണോ ഓഫോ ആക്കാൻ വരെയുള്ള സാങ്കേതിക വിദ്യ ഇത് നമ്മുടെ മക്കളുണ്ട്. അപ്പോൾ മൗസിലോ എലിയിലോ ആദ്യമേ തന്നെ ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ വെറുതെ പോയി ചിമ്പാൻസിയിലോ മനുഷ്യനിലോ പരീക്ഷിച്ച് സമയമോ അവരുടെ ജീവിതമോ കളയേണ്ട കാര്യമില്ല. ഒരു ലാബ് മൗസിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 2 to 3 വയസ്സ് വരെയാണ്. ഇവർ ജീവിക്കുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള കൂടുകളിൽ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ കഴിച്ച്. കാരണം പരീക്ഷണങ്ങൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കണം. ഇവർക്ക് ക്യാൻസർ വരുവാനായിട്ട് കാർസിനോജിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കുത്തിവയ്ക്കും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മറ്റ് ജീവികളുടെ ക്യാൻസർ സെൽസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ 2-3 ആഴ്ച കഴിയുമ്പോൾ അവർക്ക് ക്യാൻസർ വരുന്നു, നമ്മൾ ഡ്രഗ് കൊടുക്കുന്നു, ക്യാൻസർ ക്യൂർ ആവുന്നു, അങ്ങനെ പരീക്ഷണം സക്സസ്ഫുൾ ആവുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇങ്ങനെയാണ് മനുഷ്യർ ക്യാൻസർ വരുന്നത്. പല ക്യാൻസറുകളും മാസങ്ങളോ വർഷങ്ങളോ വളർന്ന് നമ്മുടെ ഫുള്ളി ആർമേഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം വരെ പെറ്റിച്ചിട്ടാണ് വളർന്നു വരുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ക്യാൻസറിനെ ഡെഡ്ലി ആക്കുന്നത്. ജീവിതകാലം മുഴുവനുള്ള എക്സ്പോഷർ, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അതിജീവിക്കാനുള്ള കഴിവ്, ഇത് പലപ്പോഴും റാറ്റിലോ മൗസിലോ നമുക്ക് സിമുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അപ്പോൾ വേറെ ആരും നമ്മൾ പരീക്ഷണങ്ങൾ നടത്തും. ചിമ്പാൻസികളുണ്ട്, മങ്കീസ് ഉണ്ട്, പക്ഷേ എത്തിക്കൽ പ്രശ്നങ്ങളുണ്ട്, അവർ വളരെ എക്സ്പെൻസീവാണ് പരീക്ഷണങ്ങൾ നടത്താനായിട്ട്. പിന്നെ പന്നികളുണ്ട്. പന്നികൾ വളരെ നല്ല ഓപ്ഷനാണ്. അവരുടെ ജനിതക ഘടനയും നമ്മുടെ ജനിതക ഘടനയും തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ട്. പന്നികളെ നമ്മൾ ഒത്തിരി പരീക്ഷണങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പന്നികൾ വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടിലെ സാഹചര്യമായിട്ട് ഒത്തിരി വ്യത്യാസമുള്ള സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കൂടെ വളരുന്ന മറ്റൊരു ജീവിയുണ്ട്, ഡോഗ്സ്. നമ്മൾ ക്യാൻസർ റിലേറ്റഡ് റിസർച്ചിൽ ഡോഗ്സിനെ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജനിതക ഘടന ഒത്തിരി ഷഫിൾഡ് ആണ്. ഒത്തിരി ഇൻബ്രീഡിങ് നടന്ന് പല ജനറ്റിക് നോയ്സുകളും അവരുടെ ജീനിലുണ്ട്. അപ്പോൾ ഡോഗും ഒരു നല്ല കാൻഡിഡേറ്റ് അല്ല നമ്മുടെ ഈ സിനാരിയോയിൽ. പക്ഷേ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്, പൂച്ചകൾ. അപ്പോൾ പൂച്ചകളുടെ ജനിതക ഘടന, പന്നികളിൽ എങ്ങനെയാണോ അവരുടെ ജനിതക ഘടന കൺസേർവ്ഡ് ആയിട്ട് ഇരിക്കുന്നത്, പ്രശ്നമില്ലാതിരിക്കുന്നത്, അതുപോലെ തന്നെ പൂച്ചകളിലും അവരുടെ ജനിതക ഘടന വർഷങ്ങളായിട്ട് കൺസേർവ്ഡ് ആണ്. നമ്മളുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. അതുപോലെ പട്ടികളെ പോലെ അവർ നമ്മോട് കൂടെ നമ്മുടെ വീടുകളിൽ ജീവിച്ച് ശീലിച്ച ആളുകളാണ്. നമ്മൾ ശ്വസിക്കുന്ന അതേ വായു, നമ്മൾ ജീവിക്കുന്ന അതേ വീട്, നമുക്ക് എക്സ്പോസ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവർക്കും എക്സ്പോസ്ഡ് ആണ്. പക്ഷേ ഇതൊക്കെ എത്രയോ കാലമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ പൂച്ചകളിലെ ക്യാൻസർ റിസർച്ച് ഇത്രമാത്രം ചർച്ചയാകുന്നത്? അത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 2026 സയൻസ് ജേണലിൽ വന്ന ഒരു മാസ്മരികമായ ഒരു സ്റ്റഡി കാരണമാണ്. അതിലവർ ട്യൂമർ സാമ്പിളുകൾ സീക്വൻസ് ചെയ്ത് 13 ടൈപ്പ് ഓഫ് ട്യൂമേഴ്സ് ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസുമായിട്ട് കമ്പയർ ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കി. ഇത് 5 രാജ്യങ്ങളിൽ നിന്നുള്ള പൂച്ചകളിൽ നിന്നുള്ള പഠനമാണ്. അവർ കണ്ടെത്തിയത് എന്താണെന്ന് അറിയോ? പൂച്ചകളിലെ ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ക്യാൻസർ കോശങ്ങളുമായിട്ട് സിമിലർ ആണ്. അതായത് പൂച്ചകൾ ഉണ്ടാകുന്ന ക്യാൻസർ മ്യൂട്ടേഷൻസ് നമ്മുടെ ഉണ്ടാകുന്ന ക്യാൻസർ മ്യൂട്ടേഷൻസുമായിട്ട് സിമിലർ ആണ്. TP53 എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. ഗാർഡിയൻ ഓഫ് ദി ജീനോം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് തന്നെ. മനുഷ്യനുണ്ടാകുന്ന ക്യാൻസറുകളുടെ ഏറ്റവും കൂടുതൽ മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന ജീനുകളിൽ ഒന്നാണ് ഈ TP53 എന്ന് പറയുന്ന ജീൻ. മനുഷ്യരിലെ 34% ട്യൂമറുകളിലെ
ഈ ജീനാണ് മ്യൂട്ടേറ്റഡ് ആയിട്ട് വരുന്നത്. പൂച്ചകൾ എത്ര ശതമാനം അറിയോ? പൂച്ചകളിലെ ഇത് 33%. നിങ്ങളിത് ആലോചിക്കണം, രണ്ട് വ്യത്യസ്ത ജീവികളിലെ ഒരേ ജീനിലെ പ്രശ്നം കാരണം കൊണ്ട് ഒരേ റേറ്റിൽ പ്രശ്നം ഉണ്ടാകുന്നു. പൂച്ചകളിലെ ബ്രസ്റ്റ് ക്യാൻസറിൽ ഏകദേശം പകുതിയോളം ട്യൂമർ കേസുകളിൽ FPXW7 എന്ന് പറയുന്ന ജീനിലെ മ്യൂട്ടേഷൻ കാണാറുണ്ട്. അതുപോലെ തന്നെ PIK3CA എന്ന് പറയുന്ന ജീനിലും മ്യൂട്ടേഷൻസ് കാണാറുണ്ട്. ഇതിലെ FBXW7 എന്ന് പറയുന്ന ജീൻ തന്നെയാണ് മനുഷ്യരിലും ക്യാൻസർ അഗ്രസീവ് ആക്കുന്നത്. ഈ PIK3CA എന്ന് പറയുന്നതാണ് മനുഷ്യരിൽ പല ഡ്രഗ്സുകളുടെയും ടാർഗറ്റ് തന്നെ. അതായത് പൂച്ചകളിലെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്ന അതേ മ്യൂട്ടേഷൻ തന്നെയാണ് മനുഷ്യരിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഈ ഡിസ്കവറി, ഈ ഇൻസൈറ്റ്, ഇതാണ് നമ്മളെ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ സഹായിക്കാൻ പോകുന്നത്. ഒരു മൗസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല 2-3 വർഷം മാത്രമേ ജീവിക്കുള്ളൂ. ഒരു പൂച്ച ജീവിക്കുന്നത് 10 തൊട്ട് 15 വർഷം വരെയാണ്. അതും താമസിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന അതേ സാഹചര്യത്തിൽ, നമ്മൾ ശ്വസിക്കുന്ന അതേ വായു, നമ്മൾ ശ്വസിക്കുന്ന അതേ പൊടി, നമ്മൾ ശ്വസിക്കുന്ന അതേ പുക, ഇതെല്ലാം സഹിച്ചാണ് അവരും ജീവിക്കുന്നത്. പൂച്ചയിലെ ക്യാൻസറിനെ തോൽപ്പിക്കുന്ന ഒരു ഡ്രഗ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനുഷ്യരിലും എഫക്റ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റഡിയുടെ മൊത്തത്തിലൊരു കൺസെപ്റ്റ്. വൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരും ഈ പൂച്ചകളെ കൂട്ടിലിട്ട് അടച്ച് ചികിത്സിക്കാൻ പോവുകയല്ല. ക്യാൻസർ റിസർച്ച് മേഖലയിലെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ക്ലിനിക്കൽ റിസർച്ച് പ്രോട്ടോകോളുകൾ നമ്മൾ ഈ പൂച്ചകളിൽ പരീക്ഷിക്കും. ഒരുപക്ഷെ നിലവിലെ ചികിത്സാ പരിമിതികൾ കാരണം കൊണ്ട് മരിച്ചു പോയേക്കാമായിരുന്ന ഈ പൂച്ചകൾക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടും. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും. റിസർച്ചേഴ്സിന് റിയൽ ലൈഫ് ഡാറ്റ കിട്ടും. ഇതൊരു തിയറി മാത്രമല്ല കേട്ടോ. ഇതേ സ്റ്റഡിയിൽ ലാബിൽ വളർത്തിയ പൂച്ച കോശങ്ങൾ ഇവർ പരീക്ഷിക്കുകയും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് കരുതി ഇനി ആരെങ്കിലും പരീക്ഷണം നടത്തേണ്ട എന്നൊന്നുമല്ല. നമ്മൾ ഇനിയും എലികളിൽ പരീക്ഷണം നടത്തും, മുയലുകളിൽ നടത്തും, പന്നികളിൽ നടത്തും, ചിമ്പാൻസികളിൽ നടത്തും, മനുഷ്യരിൽ നടത്തും. കൂടെ കൂടുതലായിട്ട് ഇനി പൂച്ചകളിൽ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തും. ക്യാൻസറിനെതിരെയുള്ള ഈ യുദ്ധത്തിൽ ഇനി നമ്മുടെ പൂച്ചകളും കൂടെയുണ്ട്.